ഇതുപോലൊരു നാറിയ ഭരണം കേരള മക്കൾ കണ്ടിട്ടില്ല എന്ന മുദ്രാവാക്യം പണ്ടൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആര് ഭരിച്ചാലും പ്രതിപക്ഷം വിളിക്കുന്ന ഒരു മുദ്രാവാക്യമാണ്. ഇപ്പൊ സ്ഥിതി അതല്ല. ഇതുപോലെ നാണം കെട്ട ഒരു സർക്കാർ വേറെയില്ല എന്നാണ് പറയേണ്ടത്. കേരള ഹൈക്കോടതി സർക്കാരിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, നിങ്ങൾ അഴിമതിക്കാരെ സംരക്ഷിക്കുകയാണെന്ന്. പരിതാപകരമായ അവസ്ഥയാണെന്ന് പറയുന്ന ആരാ? കേരളത്തിന്റെ ഹൈക്കോടതിയാ. സംസ്ഥാനത്തെ പരമോന്നത നീതിപീഠം പറയുന്നു, ഹേ സർക്കാരെ, നിങ്ങൾ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നുവെന്ന്. ഇതൊക്കെ കേട്ടിട്ടും ആട്ടുകല്ലിന് കാറ്റ് പിടിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ സർക്കാർ. കോടതിയില് ഇതേപ്പറ്റി കമാന്നൊരക്ഷരം കേരളം വേണ്ടിയില്ല. കോടതി വളരെ അളന്നു മുറിച്ച വാക്കുകളിലാണ് ഇതൊക്കെ പറഞ്ഞത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കരുതിയത് ഇവിടെ ഇനി അഴിമതി ഉണ്ടാവില്ലെന്നാ. പക്ഷെ അതൊക്കെ മാറിയിരിക്കുന്നു. ഇപ്പോഴത്തെ സർക്കാർ അഴിമതിയെ സംരക്ഷിക്കുക, അഴിമതിക്കാരെ സംരക്ഷിക്കുക. പരിതാപകരമായ ഒരു അവസ്ഥ എന്ന് ഇന്നലെ ഹൈക്കോടതി പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ലജ്ജ കൊണ്ട് തലകുനിച്ചത് കേരളത്തിലെ ജനങ്ങളാ, സർക്കാരല്ല. അവർക്കിതൊന്നും ഒരു പ്രശ്നമല്ല. എന്ത് പറഞ്ഞാലും, കോടതി പറഞ്ഞാലും, നാട്ടുകാർ പറഞ്ഞാലും, ആര് പറഞ്ഞാലും അവർക്കിതുകൊണ്ടൊരു നാണം ഉണ്ടാവുന്നില്ല. പക്ഷേ ലജ്ജിച്ചു പോയത് കേരളത്തിലെ സാധാരണ ജനങ്ങളാ. പിണറായി സർക്കാരിനെ വോട്ട് കൊടുത്ത് അധികാരത്തിലേറ്റിയ ജനങ്ങൾ, മറ്റു സാധാരണ ജനങ്ങള്. നോക്കൂ, നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നു എന്ന് പറയുക കോടതി പറയുമ്പോൾ ലജ്ജ തോന്നണ്ടേ? സർക്കാരിന് തോന്നുന്നില്ല, പക്ഷെ ജനങ്ങളിത് കേട്ടപ്പോൾ വല്ലാതെ ലജ്ജിച്ച് തല താഴ്ത്തി എന്ന് തന്നെ പറയണം. കേരളത്തിലെ കശുവണ്ടി വികസന കോർപ്പറേഷൻ 2006 മുതൽ 2015 വരെ നടത്തിയ അസംസ്കൃത കശുവണ്ടിയുടെ ഇറക്കുമതിയിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു. ഫണ്ട് ദുരുപയോഗം ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. ഇതിപ്പോ CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുക. കേരള ഹൈക്കോടതി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് CBI കേസ് അന്വേഷിക്കുന്നത്. പക്ഷേ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ മുൻ ചെയർമാനും INTC-യുടെ സംസ്ഥാന പ്രസിഡന്റുമായ R ചന്ദ്രശേഖരനെയും അന്ന് MD ആയിരുന്ന, ഈ ഇറക്കുമതി നടക്കുമ്പോൾ MD ആയിരുന്ന KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന ആവശ്യം. അതിന് സർക്കാരിന്റെ അനുമതി വേണം. പക്ഷെ ഇതുവരെ അത് കൊടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. 3 തവണ സർക്കാർ ആ ആവശ്യം നിരാകരിച്ചു. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ വന്നൊരു ക്വാർട്ടർ കേസിലാണ് ഹൈക്കോടതി സർക്കാരിനെ നിശ്ചിതമായി വിമർശിച്ചിരിക്കുന്നത്. CBI നടത്തിയ അന്വേഷണത്തിൽ ഈ ഇറക്കുമതി സംബന്ധിച്ച് നടപടിക്രമങ്ങളിൽ ചില വീഴ്ചകൾ സംഭവിച്ചു എന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, ആ വാദം ഉന്നയിച്ചുകൊണ്ടാണ് 3ാം തവണയും കേരള സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷനുള്ള അനുമതി നിഷേധിച്ചത്. ഈ കേസിലെ പ്രഥമ ദൃഷ്ടിയാ നോക്കുമ്പോൾ തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്തർഭവിച്ചിട്ടുണ്ട്. R ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് CPM-ന്റെ നേതാവൊന്നുമല്ല, CIT-യുടെ നേതാവല്ല, കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ INTC-യുടെ സംസ്ഥാന പ്രസിഡന്റാണ്. എന്നിട്ട് എന്തുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ R ചന്ദ്രശേഖരനെ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വിട്ടുകൊടുക്കാതിരിക്കുന്നു? ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ചന്ദ്രശേഖരനോ രതീഷോ തെറ്റുകാരാണെന്നോ അവര് കുറ്റം ചെയ്തിട്ടുണ്ടോ ഒന്നും നമ്മൾ പറയുന്നില്ല. ഇതിന്റെ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ആ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇവരെ ചോദ്യം ചെയ്യാലേ എന്താ കുഴപ്പം? അവര് കുറ്റക്കാരാണെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ചോദ്യം ചെയ്തുകൊണ്ട് അവർ കുറ്റവാളികളാവുന്നില്ല. കേസ് അന്വേഷണത്തിന്റെ ഭാഗം മാത്രമാണ്. ഇതാണ് വസ്തുത എന്നിരിക്കെ ഹൈക്കോടതിയുടെ വിമർശനത്തിന് കാരണമാകുന്ന തരത്തിൽ ഇവരെ സംരക്ഷിച്ച് നിലനിർത്തുന്നത് എന്തുകൊണ്ടാണ്? ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തെറ്റുകാരല്ലാത്ത 2 പേരെ അന്വേഷണത്തിന്റെ വിട്ടുകൊടുത്തിട്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന ഒരു മനോഭാവമാണെങ്കിൽ അങ്ങനെ ചിലർക്കുണ്ടാവുമല്ലോ. അയ്യോ, മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തരുത്, ഇനി എതിർ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ഒരു മഹാമനസ്കത. ഇനി അതുകൊണ്ടാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് എന്താ കുഴപ്പം? പ്രോസിക്യൂട്ട് ചെയ്തുകൊണ്ട് എന്താ കുറ്റം? അന്വേഷണത്തിൽ അവർക്ക് നിരപരാധികളാണെന്ന് തെളിയിച്ചുകൊണ്ട് ഊതിക്കാച്ചിയ പൊന്നുപോലെ പുറത്തേക്ക് വരാമല്ലോ. പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ 2 പേരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വിട്ടുകൊടുക്കില്ല. ആ പിടിവാശിയാണ് ഇന്നലെ ഹൈക്കോടതിയിൽ അതിനിശ്ചിതമായ വിമർശനത്തിന് കാരണമായത്. കോടതിയുടെ വാക്കാലുള്ള പരാമർശങ്ങളിലും 1-2 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്തർലീനമായിട്ടുണ്ട്. ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നതിന്റെ പിന്നിൽ ആരോ ഉണ്ടെന്നാണ് ഹൈക്കോടതി സംശയിക്കുന്നത്. ഈ കേസ് കേൾക്കുന്ന ജസ്റ്റിസ് A ബദറുദ്ദീൻ ചോദിക്കുന്നു, എന്തിനാണ് സർക്കാർ ഈ 2 പേരെ സംരക്ഷിക്കുന്നത്? ആരാണ് ഇതിന് പിന്നിൽ? അവർ എവിടെ പോയി? എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അപ്പൊ കോടതിയുടെ സംശയം വളരെ വ്യക്തമാണ്. ഇതിന് പിന്നിൽ ആരോ ഉണ്ട്, വളരെ ബോധപൂർവം ചെയ്ത് കളിക്കുന്നു. എവിടെ പോയി? എന്തിനാണ് അവര് ഇതൊക്കെ ചെയ്യുന്നത്? കോടതി ചോദിക്കുക. സർക്കാരിനോടുള്ള ചോദ്യങ്ങളാ.
ഇപ്പൊ സത്യവാങ്മൂലം നൽകാനായിട്ട് കേസ് അല്പകാലത്തേക്ക് നീട്ടിവെച്ചിരിക്കുക. അപ്പൊ സർക്കാർ പറയുമോ ഇതിന്റെ ഉത്തരം? കോടതി ഉന്നയിച്ച സംശയങ്ങൾക്കുള്ള ഉത്തരം സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ ഉണ്ടാകുമോ? ആരാണ് ഇതിന് പിന്നിൽ? അവരെവിടെ പോയി? എന്തുകൊണ്ടാണ് അവര് ഇതൊക്കെ ചെയ്യുന്നത്? ഈ കേസിലൊരു കോടതി അലക്ഷ്യമുണ്ട് എന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. അതായത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അന്വേഷണം CBI നടത്തുന്നത്. എന്നിട്ട് പോലും ഹൈക്കോടതി പറയുന്നതനുസരിച്ച് നടത്തുന്ന ഒരു അന്വേഷണത്തിന് പോലും ഈ കേസിലെ 2 പ്രധാന പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് കോടതി ലക്ഷ്യം ഇതിനകത്തുണ്ട് എന്ന് കോടതി പറയുന്നത്. അത്ര പ്രധാനപ്പെട്ട ഒരു കേസായിട്ടും, കോടതി പറഞ്ഞതുപോലെ കോടതി അലക്ഷ്യം ക്ഷണിച്ചു വരുത്തുന്ന ഒരു കേസായിട്ടും ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നത് പിന്നിൽ ആരാണ്? അവരുടെ ഉദ്ദേശം എന്താണ്? അവരെന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? വളരെ ദുരൂഹമാണ് കാര്യങ്ങൾ. സംസ്ഥാനം ഭരിക്കുന്നത് പിണറായി വിജയനാണ്, CPM-ന്റെ ഗവൺമെന്റാ. അവർ INTUC-യുടെ പ്രസിഡന്റിനെ, അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാതിരിക്കുന്നു? ചോദ്യം കോടതിയുടേതാ. ഇതിന് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഒളിച്ചിരിക്കുന്നുവെന്ന് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ കോടതിയുടെ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. പിണറായി വിജയനും R ചന്ദ്രശേഖരനും തമ്മിലുള്ള അന്തർധാര, രഹസ്യ ധാരണ എന്താണ്? അത് മനസ്സിലാകുമ്പോൾ ഈ ദുരൂഹതകൾ ഒഴിയും, കേസിന്റെ പിന്നാമ്പുറ കഥകൾ ചുരുളഴിയുകയും ചെയ്യും. സംസ്ഥാന സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുകയാണെന്നും വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നും പറഞ്ഞ ജസ്റ്റിസ് A ബദറുദ്ദീൻ, അദ്ദേഹം കേരളത്തിന് പുറത്തുനിന്ന് വന്ന ആളൊന്നുമല്ല. അദ്ദേഹം കേരളത്തിൽ നിന്ന് തന്നെയുള്ള ആളാണ്. കൊല്ലം സ്വദേശിയാണ്. അദ്ദേഹം ഇവിടെ നടക്കുന്നതെല്ലാം കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നിന്റെയും പിന്നിൽ എന്താണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. അത്തരത്തിലൊരു വ്യക്തിയാണ് ഈ അഭിപ്രായം പറയുന്നത്. ഒരുപക്ഷെ അത് ഈ കേസിന്റെ മാത്രം അടിസ്ഥാനത്തിലാവണമെന്നില്ല. ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളിൽ ആകെത്തുക അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവും. കോടതി എത്രത്തോളം അസ്വസ്ഥമാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാകുന്നത്. ഈ കേസിൽ മാത്രമല്ല, ഇന്നലെ ഹൈക്കോടതിയില് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒട്ടട വാർഡിൽ മത്സരിക്കാനിരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയ കാര്യം, അതും ഇന്നലെ ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വന്നു. വളരെ കൃത്യമായ നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കളിക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് കോടതി. ഇതൊക്കെ കേരളത്തിലെ ഉന്നത നീതിപീഠം ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ എത്രത്തോളം അസ്വസ്ഥമായിരിക്കുന്നു, എത്രത്തോളം അസ്വസ്ഥതയുണ്ട് എന്നുള്ളതിന്റെ തെളിവാ. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ഇന്നലെ ഈ കശുവണ്ടി കോർപ്പറേഷന്റെ കേസ് കേട്ട ജഡ്ജി ഒരു കാര്യം പറഞ്ഞു, ഇത് ഞാൻ ചിലപ്പോൾ ഇതിന്റെ ഉത്തരവിൽ രേഖപ്പെടുത്തുമെന്ന്. അതായത് സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഉത്തരവിൽ രേഖാമൂലം ചേർക്കും എന്നുള്ള മുന്നറിയിപ്പ് വരെ അദ്ദേഹം നൽകിയിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ കയറിയപ്പോൾ എന്തൊക്കെയായിരുന്നു കുട്ടിഘോഷങ്ങള്. അഴിമതി ലവലേശം തരിമ്പ് പോലും അനുവദിക്കില്ല എന്നാണ് പിണറായി വിജയൻ കേരളത്തിന് ഉറപ്പ് നൽകിയത്. അധികാരത്തിന്റെ ഇടനാഴികളില് അവതാരങ്ങളെയൊന്നും സമ്മതിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ ഓരോ ഫയലിലും ഓരോ ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞു. മനോഹരമായ പ്രസംഗമായിരുന്നു. പക്ഷേ ആ പ്രസംഗം എഴുതി കൊടുത്ത ആളിന്റെ മനോധർമ്മത്തിനപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ടൊന്നും ഈ കേരളത്തിൽ നടന്നില്ല. 9 വർഷം കഴിയുകയാ, 10ാം വർഷത്തിലാണ് നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ ഓരോ പ്രവർത്തികൾ, ഈ ഗവൺമെന്റ് എങ്ങനെയാണ് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് കുടുംബാംഗങ്ങൾ തന്നെ അവതാരങ്ങളാകുന്ന കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ കണ്ടത്. എക്സാലോജിക്കിന്റെ കേസ് ആരും മറന്നിട്ടുണ്ടാവില്ല. കരിമണൽ കമ്പനിയിൽ നിന്ന് ചെയ്തു കൊടുക്കാത്ത സേവനത്തിന് 1.72 കോടി കൈപ്പറ്റിയ കേസ്. അത് അഴിമതിയല്ലെന്നാ പറയുന്നത്. അതെങ്ങനെ അഴിമതി അല്ലാതിരിക്കുക? അതിപ്പോ SFI അന്വേഷിച്ചു, പക്ഷെ അത് എങ്ങും എത്തുന്നില്ല. എവിടെയാണ് ഈ കേസുകളുടെയൊക്കെ അന്വേഷണത്തിന് തടസ്സം ഉണ്ടാവുന്നത്? നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമല്ലേ? കേരളത്തിൽ നടക്കുന്ന ചില അഴിമതികളെ മറ്റാരോ സംരക്ഷിക്കുന്നുണ്ട് എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ലാവ്ലിൻ കേസ് ശ്രീ പിണറായി വിജയനെതിരായിട്ടുള്ള കേസാ. 40ലേറെ തവണയാണ് സുപ്രീം കോടതി മാറ്റിവെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാ? അഴിമതി കേസാ. ഈ കേസുകളിലൊന്നും യാതൊരു വസ്തുതയും ഇല്ലെങ്കിൽ, ഇവരാരും തെറ്റു ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് വിചാരണയെ നേരിടാൻ തയ്യാറാവുന്നില്ല? എന്തിനത് മടി കാണിക്കുന്നു? കഴിഞ്ഞ 6-7 വർഷമായിട്ട് ഇതിങ്ങനെ കോടതിയിൽ വരും പോകും എന്ന് മട്ടി നിൽക്കുക. 40 തവണയാണ് നീക്കി വെച്ചിരിക്കുന്നത്. ആരാണ് ഈ അഴിമതി കേസുകളിൽ സംരക്ഷണം ഒരുക്കുന്നത്? മുഖ്യമന്ത്രിയുടെ മകനെതിരായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു സമൻസ് ഇഷ്യൂ ചെയ്തു.
ആ സമൻസ് അങ്ങ് ആവിയായി പോയി. അതിനെക്കുറിച്ച് ഒന്നും കേൾക്കുന്നില്ല. സമൻസ് EDയുടെ വെബ്സൈറ്റിലുണ്ടായിരുന്നു, അത് മാധ്യമങ്ങളിൽ വാർത്തയായിട്ട് വന്നു, ചർച്ചയായി. പക്ഷേ സമൻസ് എവിടെ? ആർക്കാണോ സമൻസ് അയച്ചത് ആ വ്യക്തി എന്തെങ്കിലും നടപടിയെ നേരിട്ടിട്ടുണ്ടോ? നമുക്കറിഞ്ഞുകൂടാ. ഇതൊക്കെ ചന്ദ്രശേഖരനെയും രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നിഷേധിച്ചതിന്റെ പിന്നിലുള്ളതിനേക്കാൾ ദുരൂഹமான കാര്യങ്ങൾ. കേന്ദ്രം ഭരിക്കുന്നത് CPM ഒന്നും അല്ലല്ലോ, BJP അല്ലേ. പിന്നീട് എങ്ങനെയാണ് ഇങ്ങനെ ലാവ്ലിൻ കേസ് ഇങ്ങനെ നീട്ടി പോകുന്നത്? എക്സാലോജി കേസ് എവിടെയും എത്താതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? രണ്ടാമത്തെ കുറ്റപത്രം ബാംഗ്ലൂർ കോടതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിരുന്നില്ലേ? ചെയ്തോ? എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? രാഷ്ട്രീയ എതിരാളികളെ പോലും അഴിമതി കേസുകളിൽ നിന്ന് രക്ഷിക്കുന്ന ഈ മഹാമനസ്കത എന്തുകൊണ്ടാണെന്നും ആലോചിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇതിന്റെ പിന്നിൽ ദുരൂഹതകൾ ഉണ്ടെന്ന്. കെട്ടുപോയ ഒരു ഭരണമായിട്ട് ഇത് മാറിയിരിക്കുക. മൂന്നാമത് വീണ്ടും ഭരണത്തിലെത്താനിരിക്കുന്ന ഒരു ഗവൺമെന്റിനെ കുറിച്ചാണ് ഈ പറയുന്നത്. പക്ഷെ ഈ സർക്കാരിനെ നയിക്കുന്ന CPMനെ ഇതൊന്നും ബാധിക്കില്ല. കാരണം അവർക്ക് സ്വന്തമായിട്ട് കോടതി, സ്വന്തമായിട്ട് പോലീസ്, സ്വന്തമായിട്ട് പട്ടാളം, സ്വന്തമായിട്ട് അന്വേഷണ സംവിധാനങ്ങൾ ഒക്കെയുള്ള പാർട്ടിയാണ്. അതുപോലെ തന്നെ അവരുടെ പാർട്ടിക്കാർ നടത്തുന്ന സ്ത്രീ പീഡന കേസുകളിൽ അതിന് തീവ്രത അളക്കാനുള്ള പ്രത്യേക യന്ത്രവും അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്, വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് അവർ അന്വേഷണം നടത്തുന്നത്. അവർക്ക് ഈ അന്വേഷണ സംവിധാനങ്ങൾ, ശിക്ഷിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളപ്പോൾ അവർ കോടതി എന്തിനാണ് പേടിക്കുന്നത്? ബൂർഷ കോടതിയെ എന്തിന് ഭയപ്പെടണം? അതാണ് CPM ചോദിക്കുന്നത്. അവസാനത്തെ ചോദ്യം കോൺഗ്രസ്സുകാരോടാ. ഈ R ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസിന്റെ നേതാവ്, INTUCയുടെ നേതാവാണ്. അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇവിടുത്തെ സർക്കാർ, സംസ്ഥാന സർക്കാർ വിസമ്മതിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എന്തെങ്കിലും ഒരു സൂചന നിങ്ങൾക്കുണ്ടോ? എന്താണ് ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കേൾക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അല്പം താല്പര്യമുണ്ടാവും.